Audio Jungle. Audio Jungle. ഹായ് ഫ്രണ്ട്സ്, മോർലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ അച്ചിക്കുട്ടന് ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആ മഴ നേരം വെളുത്ത് രാവിലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കിച്ചണിൽ ചായയൊക്കെ വെച്ചിട്ടുണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയായിരുന്നു. പിന്നെ കറണ്ട് വന്നത് ഞാൻ കുറച്ച് നേരം നോക്കിയിട്ടും വന്നതുമില്ല. പിന്നെ ഞാൻ എൻ്റെ ജോലിയൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ പച്ചിക്കുട്ടൻ ഇന്ന് മഞ്ഞ റൈസ് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ മഞ്ഞ റൈസ് നമ്മുടെ സാധാ അരി കൊണ്ടാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞെടുത്ത് ഇങ്ങനെ വാട്ടി അതിൻ്റെ മീതയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞെടുത്തത് എണ്ണയിലിട്ട് നല്ലപോലെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വാട്ടിയെടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കച്ചമ്പറുമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ചിക്കുട്ടൻ തലേ ദിവസം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെയും നല്ല മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലായിരുന്നു. അച്ചിക്കുട്ടൻ എന്തായാലും പോകണ സമയമായപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അമ്പു ഈ ടൈമിൽ എഴുന്നേറ്റായിരുന്നു. കറണ്ട് പോയതിൻ്റെ ഇടയ്ക്ക് അമ്പുക്കുട്ടൻ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ ഞാൻ അമ്പും കൂടി പുറത്ത് മഴ പെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുക്കറിനകത്ത് കുറച്ച് പരിപ്പിട്ടായിരുന്നു. ഇന്നപ്പോൾ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് ഇട്ട് ഞാൻ പരിപ്പ് വേകാൻ വേണ്ടി വയ്ക്കുവാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ ഞാൻ അരിഞ്ഞെടുത്തായിരുന്നു ഈ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പരിപ്പും കൂടി വേഗം അങ്ങനെ പരിപ്പൊക്കെ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തലേ ദിവസം മാവ് അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ മാവിനകത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ദോശ അച്ചിക്കുട്ടന് കഴിക്കാൻ രാവിലെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവ് പെട്ടെന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ പിന്നെ അതിലോട്ട് ദോശക്കുള്ള ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാവൊക്കെ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കറക്റ്റാക്കി എടുത്ത് വെച്ചു. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ തട്ടൊക്കെ എണ്ണയൊക്കെ തേച്ചു. അപ്പോൾ ഈ സമയത്ത് അമ്പുക്കുട്ടൻ എൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ കോരി ഒഴിക്കുകയാണ്. അങ്ങനെ മാവൊക്കെ കോരി ഒഴിച്ച് ഞാൻ എല്ലാ തട്ടിലും ഇഡ്ഡലിയൊക്കെ അങ്ങനെ വേകാൻ വേണ്ടി ഫുള്ളായിട്ട് കോരി ഒഴിച്ചിട്ട് പിന്നെ അടച്ചൊക്കെ വയ്ക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് പരിപ്പ് വെന്ത് കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ സാമ്പാറിലോട്ടുള്ള പരിപ്പിൻ്റെ ഇത് മാറ്റിയിട്ട് ഒരു 3-4 വെണ്ടയൊക്കെ എടുത്ത് സാമ്പാറിലോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്നിച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് വാട്ടിയെടുക്കുവാണ്. അപ്പോൾ വെണ്ടയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കറിനകത്തോട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടി ഒരുമിച്ചിട്ട് പരിപ്പിൻ്റെ ആ കൂടെ ഒരു വിസിൽ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചിക്കുട്ടന് കൊണ്ടുപോകാനുള്ള റൈസും ആയിട്ടുണ്ട്. പിന്നെ സലാസ് അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ അച്ചിക്കുട്ടൻ ഈ ടൈമിൽ റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ചിക്കുട്ടന് വേണ്ട ഫുഡ് സ്കൂളിലേക്ക് കൊടുക്കാനുള്ളതെല്ലാം ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കിയൊക്കെ വയ്ക്കുവാണ്. അപ്പോൾ ഇനി വണ്ടി വരാൻ അധികം നേരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അച്ചിക്കുട്ടൻ ആ ടൈമിൽ ഒരുങ്ങുന്ന കാരണം പെട്ടെന്ന് ഞാൻ ഇതും കൂടി ചെയ്യുകയാണ്. അപ്പോൾ സ്കൂൾ വണ്ടി ആയതുകൊണ്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അത് കാരണം പെട്ടെന്ന് ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ബാഗിലൊക്കെ ആക്കി കൊടുക്കുവാണ്. അച്ചിക്കുട്ടൻ ഈ ടൈമിൽ ഫുഡൊക്കെ കഴിക്കുവാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അച്ചിക്കുട്ടൻ്റെ വണ്ടിയൊക്കെ വന്ന് അങ്ങനെ അച്ചിക്കുട്ടൻ സ്കൂളിൽ പോയി. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.